പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 10-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രത്യേക ഒരു പുത്തൻ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സെഖരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. ദ ബുക്ക് ഓഫ് സെഖരിയ ചാപ്റ്റർ 2 വേഴ്സ് 10 നാം ഇപ്രകാരം വായിക്കുന്നു: സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം. ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം സെഖരിയ പ്രവാചകനിലൂടെ ഇസ്രയേൽ ജനത്തോട് പറയുന്ന ദൈവത്തിൻ്റെ ഒരു തീരുമാനത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. എന്താണ് അതിനിടയായ സാഹചര്യം? നാം 1-ാം അധ്യായം പഠിക്കുമ്പോൾ പ്രവാചകനിൽ കൂടെ ഇസ്രയേൽ ജനത്തോട് ശക്തമായ താക്കീത് കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ പോലെ ആകരുത്. നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം. നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. കഴിഞ്ഞകാല ജീവിതം നിങ്ങൾ തുടരരുത് എന്നിങ്ങനെ വളരെ വ്യക്തമായും ശക്തമായും അവർക്ക് താക്കീത് കൊടുക്കുകയാണ്. ഇത് ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതിനേക്കാൾ ഉപരിയായി ദൈവം തന്നെ ഈ ജനത്തിൽ നിന്നും അകന്നു നിന്നു. അത് ഇസ്രയേൽ ജനത്തിന് വലിയ പരാജയമായി. ഈ പ്രഭാതത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം നമ്മുടെ ലോകത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകും എന്ന് പറയുമ്പോൾ വചനം വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, ആരാധനകളിൽ കൂടാതെ, കുടുംബ പ്രാർത്ഥനകളില്ലാതെ, ദൈവഭയമില്ലാതെ, ദൈവമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ നാം നമ്മുടെ കാര്യാദികളിൽ മുഴുകി അതിനകത്തിൽ നാം മുൻപോട്ട് പോകും. അതേ സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മിൽ നിന്നും അകന്നു പോകുവാൻ ഇടയാകരുത്. ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും സംഭവിച്ചത് അതാണ്. കാരണം ഈ ജനത്തെ ഒരു വിധത്തിലും സഹിക്കാൻ പറ്റാതെ ദൈവം തന്നെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് മാറിപ്പോയി. നമുക്കൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. ഉണ്ടായാൽ അതിൻ്റെ പരിണിത ഫലം വളരെ ഭീകരമായിരിക്കുമെന്ന് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം വചനത്തിൽ കൂടെ വ്യക്തമാക്കുന്നു. അതെ, ദൈവം തന്നെ അവരെ ദണ്ഡനത്തിന് വിട്ടുകൊടുത്തുവെന്ന് നിരവധി പ്രാവശ്യം നാം വചനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ ഇതാ ദൈവത്തിന്റെ വലിയ പദ്ധതി ഇവരിലേക്ക് നിറവേറുന്നു. അതിന്റെ കാരണം 1-ാം അധ്യായത്തിൽ നൽകിയ താക്കീത് അവർ ഏറ്റെടുത്തു. 2-ാം അധ്യായത്തിൽ ഇതാ ദൈവമക്കൾക്ക് ദൈവത്തിന് വസിക്കുവാൻ പറ്റാതെ വണ്ണം മതിലില്ലാതെ മൃഗങ്ങളാൽ വളരെയധികം അസഹനീയമായ അവസ്ഥയിലേക്ക് ആയിത്തീർന്നു എന്ന് പറയുമ്പോൾ പറയുകയാണ്, ഞാൻ അതിന് തീമതിലായിരിക്കും. ദൈവം അതിന് തീമതിലായിരിക്കും. മാത്രമല്ല, നിങ്ങളെ ഇത്രയും നാളും ദണ്ഡിപ്പിച്ചു കഷ്ടപ്പെടുത്തിയ ആ ആളുകളോട് ഞാൻ വ്യവഹരിക്കും. അതുമാത്രമല്ല, നിങ്ങളെ തൊടുന്നവർ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടത്തക്ക വിധത്തിൽ അത്ര പ്രീഷ്യസ് ആയി
ഞാൻ നിങ്ങളെ വഹിക്കും. ഇവയെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങളിനിയും സന്തോഷിക്കുക, ഘോഷിച്ച് ഉല്ലസിക്കുക, കാരണം ഞാൻ വരുന്നു. മാത്രമല്ല, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഇസ്രയേൽ ജനം ദൈവത്തിൽ നിന്നും പല പ്രാവശ്യം അകന്നുപോയി. ദൈവം തന്നെ ഇസ്രയേൽ ജനത്തെ വിട്ട് പിൻവാങ്ങിപ്പോയി. എന്നാൽ ഇപ്പോൾ പറയുകയാണ്, ഞാൻ വരുന്നു, ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കാൻ വരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സഭയിൽ ദൈവം വസിക്കണം. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവ സാന്നിധ്യമില്ല എങ്കിൽ ഒന്നുമില്ല. നിങ്ങൾ എത്ര കോടി മുടക്കി, എത്ര വലിയ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയാലും, നല്ല ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ ചെയ്ത് നയന മനോഹരമാണെങ്കിലും ദൈവ സാന്നിധ്യം അവിടെ ഇല്ല എങ്കിൽ എന്ത് പ്രയോജനം? അത് തന്നെയല്ലേ നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രാധാന്യമെന്ന് കരുതുന്ന പല ദൈവാലയങ്ങളുടെയും അവസ്ഥ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹാള്, നല്ല മൈക്ക് സിസ്റ്റം, നല്ല അറേഞ്ച്മെന്റ്സ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, സെൻട്രലൈസ്ഡ് AC എന്നു വേണ്ട ആധുനിക സജ്ജീകരണങ്ങൾ മുഴുവനും, മ്യൂസിക് സിസ്റ്റം ഏറ്റവും ലേറ്റസ്റ്റ്, എല്ലാ നിലകളിലും അഡ്വാൻസ് ടെക്നോളജിയാൽ ഉന്നത നിലവാരം പുലർത്തിയിരിക്കുന്ന രമ്യഹർമ്മങ്ങളായി നമ്മുടെ ദൈവാലയങ്ങൾ, ആരാധനാലയങ്ങൾ മാറിയിരിക്കുന്നു. അതെ, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇങ്ങനെയുള്ള അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് വചനം വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കൈപ്പണിയായ ദൈവാലയങ്ങളിൽ ഞാൻ വസിക്കുന്നില്ല. അതെ, വളരെ ഗൗരവമായി ഓർക്കണം, നമ്മുടെ ദൈവാലയങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ടോ, അതോ വെറും കെട്ടിടങ്ങളായി മാത്രം ഒതുങ്ങിക്കൂടുകയാണോ? നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവ സാന്നിധ്യമുണ്ടോ? അതെ, വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ ആത്മാവിൽ പ്രസംഗിക്കും, ബുദ്ധി കൊണ്ടും പ്രസംഗിക്കും. ഇതല്ലേ ഇന്നത്തെ ശുശ്രൂഷകൾ? ആത്മാവിലുള്ള ശുശ്രൂഷയാണോ, ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും അനുഭവ പരിചയം? അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഇസ്രയേൽ ജനത്തിന്റെ മധ്യേ വസിക്കുന്ന ദൈവം നമ്മുടെ മധ്യേ വസിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ വസിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ വസിക്കട്ടെ, നമ്മുടെ പ്രശ്നങ്ങളിൽ വസിക്കട്ടെ, നമ്മുടെ ആരാധനകളിൽ വസിക്കട്ടെ, നമ്മുടെ ശുശ്രൂഷകളിൽ വസിക്കട്ടെ, നമ്മുടെ യാത്രകളിൽ വസിക്കട്ടെ, നമ്മുടെ ജോലി സ്ഥാപനങ്ങളിൽ, നമ്മുടെ ബിസിനസ് സംരംഭങ്ങളിൽ, നാമുമായി ബന്ധപ്പെടുന്ന സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ യെശയ്യാ ദീർഘദർശി വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ, ഗോഡ് വിത്ത് അസ്, അതെ, എന്നോട് കൂടെ, നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ നാം കാണുന്നു. അതെ, പ്രവാചകൻ പറഞ്ഞതെല്ലാം നിവർത്തിയായി, അത് അതുപോലെ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ എന്നോടും നിങ്ങളോടും കൂടെ വസിക്കുന്ന ഒരു കർത്താവ്, ആ കർത്താവിന്റെ അടുക്കലേക്ക് ഇന്ന് ഈ പകൽ നമുക്കും അടുത്തു ചെല്ലാം. കർത്താവ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. വേദനയിൽ, സങ്കടത്തിൽ, ഒറ്റപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, തള്ളപ്പെട്ട്, കാരണം എന്താണെങ്കിലും, ഏതാണെങ്കിലും, ഏത് വിധത്തിലാണെങ്കിലും വേദനയോടെ, ഭാരത്തോടെ ഈ പ്രഭാതത്തിൽ നിങ്ങൾ എന്നെ കേൾക്കുന്നുവോ? സഹോദരങ്ങളെ, നമ്മെ അറിയുന്ന, നമ്മെ വ്യക്തമായി മനസ്സിലാക്കുന്ന കർത്താവ് ഇന്ന് പകൽ നമ്മിലേക്ക് ഇറങ്ങി വരുന്നു, നമ്മുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നു. ആ കർത്താവ് നമ്മെ മാനിക്കട്ടെ. ആരെങ്കിലും വേദനയോടും വിഷമത്തോടും എന്നെ കേൾക്കുന്നുണ്ടോ?
എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, നിങ്ങളോട് കൂടെ, എന്നോട് കൂടെ, നമ്മോട് കൂടെ വസിക്കുവാൻ സ്വർഗത്തിലെ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അതെ, അത് എന്റെ ഹൃദയമാകട്ടെ, എന്റെ ഭവനമാകട്ടെ, എന്റെ ദൈവാലയമാകട്ടെ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളാകട്ടെ. അങ്ങനെ ഒരു വലിയ വിടുതല് നാം പ്രാപിപ്പാൻ, അനുഗ്രഹം അനുഭവിപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനും ഞങ്ങളുടെ നടത്തിപ്പുകാരനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, പല കാരണങ്ങളാൽ ഞങ്ങൾ അങ്ങയിൽ നിന്നും അകന്നുപോയി. ഞങ്ങളുടെ ജീവിതത്തിന്റെ ദുർമാർഗം ഞങ്ങളിൽ നിന്നും അവിടുന്നും പിന്മാറിപ്പോയി. എന്നാൽ ദൈവശബ്ദം കേട്ട് ആലോചന മുമ്പാകെ മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഘോഷിച്ചുല്ലസിക്കുക. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ദൈവമാണ്, മാത്രമല്ല ഞാൻ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് വചനത്തിൽ കൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. അപ്പാ, ഞങ്ങളോട് കൂടെ വസിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾ വസിക്കണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വസിക്കണമേ, ഞങ്ങളുടെ സഭയിൽ വസിക്കണമേ, ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളിലും വസിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ. നീ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദിന മക്കളെയും അനുഗ്രഹിക്കണം. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കണം. ഈ പുത്തനാഴ്ച ഏറ്റവും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനരാത്രങ്ങളാക്കി തീർക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയപ്പോൾ പ്രവാചകനായ സെഖര്യാവിൽ കൂടെ ദൂത് കേട്ട് മടങ്ങി വരാൻ തയ്യാറായപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ വരുന്നു, നിങ്ങളുടെ മധ്യേ വസിക്കും. അതെ, ഇന്ന് നമ്മോടും ഈ വചനം പറയുമ്പോൾ ആ കർത്താവിനെ സ്വീകരിപ്പാൻ ഞാൻ നിങ്ങളും ഒരുക്കമാണോ, തയ്യാറാണോ? അതെ, കർത്താവിനെ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് യുഗായുഗങ്ങൾ ആ ദൈവിക സാന്നിധ്യത്തിൽ നിത്യതയിൽ വസിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഈ ദിനം ഏവർക്കും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.